ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. പണ്ടത്തെ നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നുള്ള ഏറ്റവും കൂടുതൽ വല്യമ്മാൻ്റെ മീൻ കറിയും ചോറുമാണ് കേട്ടോ. ആ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടിയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ, മസാലപ്പൊടികൾ. ഇനിയിപ്പോൾ ഇതാ ഒരു പാനിലോട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഏതൊരു മീൻ കറിക്കും വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അപ്പോൾ അതിലോട്ട് ഉലുവയും വെളുത്തുള്ളി ഇഞ്ചിയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ അരപ്പൊളി സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് തക്കാളി, പച്ചമുളകാണ് കേട്ടോ. നമ്മൾ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞാൽ എത്രയാണ് ഓരോരുത്തർ എത്രയാണ് കറി ഉണ്ടാക്കുന്നത് വെച്ചാൽ ചില വീട്ടിൽ കുറേ ആളുകളുണ്ടാവും, ചില വീട്ടിൽ കുറച്ച്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. കറിക്ക് എത്ര വെക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒരു കുടുക്കെടുത്തിട്ട് മൺകുടുക്ക എടുത്തിട്ട് അതിലോട്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള പുളി പിഴിഞ്ഞെടുക്കുക. പിന്നെ ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ ഉള്ളിയാണ്. നന്നായിട്ട് ചതച്ചെടുത്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ മസാലപ്പൊടികളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വല്യമ്മാൻ്റെ ഈ ഒരു കറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ നമ്മളത് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ. പക്ഷേ എങ്ങനെ ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി, അതോ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നുണ്ടോയെന്ന് അതും അറിയില്ല. വല്യമ്മ ഉണ്ടാക്കിയ ഒരു രുചി ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ആയിട്ടില്ല കേട്ടോ. അത് കഴിക്കാൻ ഞങ്ങളിപ്പോഴും അങ്ങോട്ട് പോകാറുണ്ട്. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളെ മസാലപ്പൊടികൾ ഒക്കെ ഒന്ന് ഇങ്ങനെ മണം മാറി വരുന്നുണ്ട് കേട്ടോ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ കറിക്ക് നമുക്ക് നമ്മളെ കലക്കി പാർന്ന അപ്പം ഉണ്ടല്ലോ അതൊക്കെ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അപ്പോൾ അത് ഞാനത് ചട്ടിയിൽ നിന്ന് നമ്മളെ പുളി പിഴിഞ്ഞൊഴിച്ച മൺകുടുക്കയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം ഞാൻ മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് നമ്മളെ കറി ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കറി തൂമിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലക്ഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കറിയിലോട്ടാണ്ട് ഒഴിച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങളെ അഭിപ്രായം അറിയിക്കുക കേട്ടോ.